ഹലോ, വെൽക്കം ടു അജി കിച്ചൻ. ഇന്ന് ഞാനൊരു ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കാൻ വന്നേ. 2 കപ്പ് ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇന്നലെ വെച്ച ചോറാണേ. അത് ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത ചോറ്, അതാണ് വേണ്ടത് ഫ്രൈഡ് റൈസിന്. അത് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 10-12 ബീൻസ് അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വലിയൊരു ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചെറിയ ഒരു കപ്പ്, ഒരു പിടി, അത് ഫ്രോസൺ ആണേ, ഗ്രീൻ പീസ്. നമ്മുടെ കയ്യിലിപ്പോൾ ഉണ്ട്. ഇപ്പോൾ ക്യാബേജ് ഇടാം, പിന്നെ നമ്മൾ പിന്നെ ഫ്ലവർ ഇടാം, കോളിഫ്ലവർ ഇല്ലേ, അതിൻ്റെ കഷ്ണങ്ങളിടാം, എന്ത് വേണമെങ്കിലും ഇടേ. പിന്നെ 4 മുട്ടയും റെഡി പൊട്ടിച്ച് വെച്ചിട്ടുണ്ടേ. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമുക്ക് ആദ്യമേ ഈ മുട്ടയിലോട്ട് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത്, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തേ. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിടട്ടെ. ഇത് പിടിച്ചിരിക്കട്ടെ. നമുക്ക് സ്റ്റൗ കത്തിക്കാം. പാത്രം ഒന്ന് ചൂടാവട്ടെ. ഈ ചൂടായ പാത്രത്തിലോട്ട് കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കേ. എണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടായി ഇതിനകത്ത് ഒരു 3 അല്ലി, വലിയ അല്ലി വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കേ. ഇതിനകത്ത് ഒരു ഇടത്തര ഒരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഫോളോ ചെയ്ത്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഇതിനകത്തോട്ട് ഇത് രാവിലെയൊക്കെ ജോലിക്ക് പോകുന്നവർക്കും പിള്ളേർക്ക് സ്കൂളിലൊക്കെ കൊണ്ടുപോകാനൊക്കെ പറ്റിയൊരു ചോറായതേ. രാത്രി ചോറ് വേവിച്ച് വെച്ച് ഇതുപോലെ അരിഞ്ഞെന്തെങ്കിലും വെച്ചാൽ നല്ല ടേസ്റ്റായിട്ട് രാവിലെ പിള്ളേർക്ക് ഉണ്ടാക്കി സ്കൂളിൽ കൊടുത്തു വിടാനും ഓഫീസിൽ കൊണ്ടുപോകാനും ഒക്കെ പറ്റും. കാര്യം വെജിറ്റബിൾ ചെല്ലുന്നുണ്ട്, എഗ്ഗ് ചെല്ലുന്നുണ്ട്. ഇനി ഈ ക്യാരറ്റും ബീൻസും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കേ. ഇതിനകത്തോട്ട് ഈ ഗ്രീൻ പീസ് ഇല്ലേ, അതും ഇട്ട് കൊടുക്കാം. ഇത് ഭയങ്കര കുഴയല്, എന്നാലും വേവണം. പെട്ടെന്ന് വേവുകയും ചെയ്യും. കാര്യം ചെറുതായിട്ടല്ലേ അരിഞ്ഞേക്കുന്നേ. കവർ ചെയ്തൊന്നും കൊടുക്കണ്ടേ. ചോറിന് ഉപ്പിട്ടിട്ടുണ്ട്. കാര്യം ഇന്നലെ ഞാനൊരു ചോറുണ്ടാക്കി, മത്തങ്ങ ചോറ്. ഇത് നല്ല ടേസ്റ്റാണ്. മത്തങ്ങ അറിയാമല്ലോ എന്ത് ഗുണമുള്ള പച്ചക്കറിയാണ് മത്തങ്ങ. അപ്പോൾ അതിൻ്റെ ബാക്കി ഇരുന്ന ചോറാണിത്. നമ്മുടെ ഉപ്പിട്ട് കഴിച്ച ചോറാണിത്. ഇനി ഇതിനാവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഈ പച്ചക്കറിക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പം നമ്മൾ എഗ്ഗും ഉപ്പിട്ടല്ലേ അടിച്ച് വെച്ചേക്കുന്നത്. ഇനി അത് സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കാം. പക്ഷെ ഇപ്പം എൻ്റെ അതില്ല, ഞാൻ ഇടുന്നില്ല. ഇങ്ങനെ ഒരു 1-2 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. തീ ഞാനൊന്ന് മീഡിയത്തിലോട്ടാക്കുവേ. നമ്മുടെ പച്ചക്കറി എല്ലാം നല്ല
വെന്ത് കഴിഞ്ഞേ. ഇനി ഇതിലോട്ട് ഈ റെഡിയാക്കി വെച്ചേക്കുന്ന മുട്ടയില്ലേ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലോട്ട് ഈ ചോറിട്ട് കൊടുക്കേ. തീ കുറച്ച് കൊടുക്കാം. ഇതിലോട്ട് ഒരു കാലല്ല അര ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് ഇതിനകത്ത് ഒരു ടേബിൾ സ്പൂൺ സോയ സോസ് എടുത്ത് വിട്ട് ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യേ. നല്ല മിക്സ് ചെയ്യണം, എല്ലാം നല്ല മിക്സ് ചെയ്യണം. ഈസി അല്ലേ? ഈ കുറച്ചിട്ട് കൊടുക്കണേ. നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയായേ. ഒരു 1 മിനിറ്റ് ഇങ്ങനെ ഇളക്കിയാൽ മതി. ഇനി ഞാൻ ഗ്യാസ് ഓഫാക്കുകയാണ്. ഇനി ഇത് ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് നമുക്കെടുക്കാം. ഇത് എരി വേണ്ടുന്നവർക്ക് നമ്മൾ പിന്നെ വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കത്തില്ല എണ്ണയിലോട്ട്. ആ സമയത്തിന് നമ്മളുടെ എരിക്കനുസരിച്ച് പച്ചമുളകും ഇട്ട് കൊടുക്കേ. പച്ചമുളക് വരുന്നത് അതും ഇട്ട് കൊടുത്തോളാം. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ഫ്രൈഡ് റൈസേ. കണ്ടില്ലേ നമ്മളെ ഫ്രൈഡ് റൈസ്, മിക്സ് ഫ്രൈഡ് റൈസ്, വെജിറ്റബിളും എഗ്ഗും കൂടെ ചേർന്ന്. പിന്നെ വെജിറ്റേറിയൻസിന് ഇത് എഗ്ഗ് ഇടണ്ടെന്നേ ഉള്ളൂ, എഗ്ഗ് കഴിക്കാത്തവർക്ക്. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. ഇത് നല്ല ടേസ്റ്റായിട്ടുള്ളൊരു റൈസ് വേറെയില്ലേ, നല്ല രസമാണ്, നല്ല എളുപ്പവുമാണ്. പെട്ടെന്ന് രാവിലെയൊക്കെ പിള്ളേർക്ക് കൊണ്ടുപോകാനും വലിയവർക്ക് ഓഫീസിൽ പോകാനും എല്ലാം പറ്റിയൊരു ചോറാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.